നൂറ്റാണ്ടുകളുടെ പാരമ്പര്യവും കുട്ടിക്കാലത്തെ ചില ഓർമ്മകളും ഉണർത്തുന്ന ഒരു കച്ചവട വിരുന്നാണ് പാക്കിൽ സംക്രമം. എല്ലാവർക്കും ഹൈടെക് ബ്ലോഗ്സിലേക്ക് സ്വാഗതം. പാക്കിൽ സംക്രമ വാണിഭം നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ഒരു ജനകീയ ചന്ത. നമസ്കാരം കൂട്ടുകാരെ. ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് കോട്ടയം ജില്ലയിലെ പ്രശസ്തമായ പാക്കിൽ ശ്രീധർമ്മശാസ്താ ക്ഷേത്രത്തിലേക്കാണ്. ഇവിടെ എല്ലാ വർഷവും കർക്കിടക മാസത്തിന്റെ ആദ്യ ദിവസം ആരംഭിക്കുന്ന പാക്കിൽ സംക്രമ വാണിഭം കേരളത്തിലെ ഏറ്റവും പഴക്കമേറിയ പരമ്പരാഗത ചന്തകളിലൊന്നായി അറിയപ്പെടുന്നു. ഇത് ഒരു സാധാരണ കച്ചവടമേളയല്ല, ക്ഷേത്രവും നാടൻ വ്യാപാര പാരമ്പര്യവും ഒത്തുചേരുന്ന ഒരു സാംസ്കാരിക ആഘോഷമാണ്. പഴയ കാലത്ത് വീടുകൾക്കാവശ്യമായ സാധനങ്ങൾ വാങ്ങാൻ ആളുകൾ വർഷം തോറും ഈ ചന്തയെ ആശ്രയിച്ചിരുന്നു. ഈ വാണിഭത്തിന്റെ ഉത്ഭവത്തെക്കുറിച്ച് ഒരു പ്രശസ്തമായ ഐതിഹ്യമുണ്ട്. കേരളത്തിന്റെ സ്ഥാപകനായി വിശ്വസിക്കപ്പെടുന്ന പരശുരാമൻ ഇവിടെ ശ്രീധർമ്മശാസ്താവിന്റെ പ്രതിഷ്ഠ നടത്താൻ ശ്രമിച്ചപ്പോൾ പ്രതിഷ്ഠ ഉറച്ചു നിൽക്കാതെ വന്നു എന്നാണ് പറയപ്പെടുന്നത്. അപ്പോഴാണ് പറയിപെറ്റം പന്തിരുകുലം എന്ന ഐതിഹ്യത്തിലെ കഥാപാത്രമായ പാക്കനാർ അവിടെ എത്തി പ്രതിഷ്ഠ ഉറപ്പിച്ചതെന്നാണ് വിശ്വാസം. നന്ദി സൂചകമായി എല്ലാ വർഷവും ഇവിടെ വന്ന് തന്റെ കൈവേലയിൽ നിർമ്മിച്ച സാധനങ്ങൾ വിൽക്കുവാനുള്ള അവകാശം പാക്കനാർക്ക് ലഭിച്ചു. ഇതാണ് ഇവിടുത്തെ പ്രാദേശിക ഐതിഹ്യം. ഈ വിശ്വാസത്തോടെയാണ് പാക്കിൽ സംക്രമ വാണിഭം ആരംഭിച്ചതെന്ന് പറയപ്പെടുന്നു. കാലക്രമേണ ഈ കച്ചവടം വലിയൊരു ജനകീയ ചന്തയായി വളർന്നു. ഒരു കാലത്ത് മധ്യ തിരുവിതാംകൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രാമീണ വിപണികളിൽ ഒന്നായിരുന്നു ഇത്. മുറം, കുട്ട, വട്ടി, തഴപ്പായ, മൺപാത്രങ്ങൾ, കൽച്ചട്ടികൾ, കാർഷിക ഉപകരണങ്ങൾ, വിത്തുകൾ തുടങ്ങി വീടുകളിലേക്ക് ആവശ്യമായ ഒട്ടേറെ സാധനങ്ങൾ ഇവിടെ ലഭിച്ചിരുന്നു. ഇന്നും ആ പാരമ്പര്യം നിലനിൽക്കുന്നുണ്ട്. കർക്കിടകത്തിന്റെ ആദ്യ ദിവസം ആരംഭിക്കുന്ന ഈ വാണിഭം ഒരു ദിവസം മാത്രം നീളുന്നതല്ല. സാധാരണയായി കർക്കിടകം 1 മുതൽ ചിങ്ങം 1 വരെ ഏകദേശം 1 മാസം നീണ്ടു നിൽക്കുന്ന ചന്തയാണിത്. ഇന്നും പഴയ കച്ചവടക്കാരുടെ കുടുംബങ്ങൾ വർഷം തോറും ഇവിടെ എത്തി അവരുടെ പാരമ്പര്യം തുടരുന്നു. അതിനാൽ പാക്കിൽ സംക്രമ വാണിഭം ഒരു ഷോപ്പിംഗ് കേന്ദ്രം മാത്രമല്ല, കേരളത്തിന്റെ പഴയ ജീവിത രീതിയും ഗ്രാമീണ സംസ്കാരവും തലമുറകളായി കൈമാറിയ ഒരു പൈതൃകവുമാണ്. ഇത്തരം പാരമ്പര്യങ്ങൾ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ്. ഇനി നമുക്ക് പാക്കിൽ സംക്രമ വാണിഭത്തിന്റെ കാഴ്ചകളിലേക്ക് കിടക്കാം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.